ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ബി ഹോട്ടൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു. പവർ ടീം ഓരോ ടീമുകളെയും ഇന്റർവ്യൂ ചെയ്ത് അവരെ ഓരോ ജോലികളിലേക്ക് അലോട്ട് ചെയ്യണം, നിയമിക്കണം. അപ്പോൾ ഡെൻ ടീം മുന്നോട്ട് വരുന്നു. കിച്ചൺ ഡ്യൂട്ടി അവരുടെ ടീമാണ് ഈ ഒരു ടാസ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. അർജുൻ പറയുന്നു, ഞാൻ തായ്ലൻഡിൽ ജോലി ചെയ്തതാണ്, അതുകൊണ്ട് ക്രോക്കഡൈൽ ബാർബിക്യൂ ഒക്കെയാണ് എന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നു. പിന്നെ ശ്രീത് പറയുന്നത് തമിഴ് ഫുഡാണ് എന്റെ സ്പെഷ്യാലിറ്റി എന്ന്. ജിൻഡോ പറയുന്നത് നാടൻ ഫുഡാണ് എന്റെ മെയിൻ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് എന്ന രീതിയിലൊക്കെ പറയുന്നു. ഈ ഒരു ഇന്റർവ്യൂ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പവർ നോറ ജിൻഡോയോട് ചോദിക്കുകയാണ്, നിങ്ങൾ നല്ലപോലെ സംസാരിക്കുമോ, ഗസ്റ്റുകളെ പ്രൊവോക്ക് ചെയ്ത് വെറുപ്പിക്കുമോ എന്ന്. എന്തൊരു ചോദ്യമാണെന്ന് ഓർത്തോണം. റസ്മിൻ അതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് എന്ന് നമുക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ നിങ്ങളെ വളരെ മോശമായ രീതിയിൽ പറയാൻ സാധ്യതയുണ്ട്, വളരെ മോശപ്പെട്ട വാക്കുകൾ പറയാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ജിൻഡോ അവരോട് മോശമായിട്ട് തന്നെ തിരിച്ച് സംസാരിക്കുമോ എന്ന് റസ്മിൻ ചോദിക്കുന്നു. മോർണിംഗ് ടാസ്കിൽ ഇന്റർവ്യൂക്കിടയിൽ നോറയും റസ്മിനും ചേർന്ന് ജിൻഡോയെ ചൊറിയുന്ന കാഴ്ചയാണ് ലൈവില് കണ്ടത്. ജിൻഡോ നല്ല രീതിക്ക് തന്നെ ഡീൽ ചെയ്ത് തിരിച്ചു ചൊറിയുന്ന രീതിയിലൊന്നും പറഞ്ഞില്ല, കാരണം ഇതൊരു ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് കിച്ചൺ ഡ്യൂട്ടി അവർക്ക് തന്നെ നമ്മുടെ പവർ ടീം കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത് നെസ്റ്റ് ആണ് ഈ ഒരാഴ്ച. സെക്യൂരിറ്റി, ലോണ്ടറി തുടങ്ങിയ കാര്യങ്ങളാണ് നെസ്റ്റ് നോക്കേണ്ടത്. നമ്മുടെ സിജോ, ജാസ്മിൻ, ശ്രീരേഖ എന്നിവരുടെ ഗ്രൂപ്പാണ് നെസ്റ്റ്. അപ്പൊ എന്റർടൈൻമെന്റ് റോബോട്ട് ആ പരിപാടികൾ നോക്കുന്നത് നമ്മുടെ ടണൽ ടീമാണ്. സായിയാണ് റോബോട്ട്. ഋഷി HR ആണെന്നാണ് പവർ ടീം പറയുന്നത്. HR ബന്ധപ്പെടാൻ ഈ ഉള്ള ആളുകൾക്കെല്ലാം എന്ന് വെച്ചാൽ ബേസിക്കലി ക്യാപ്റ്റന്റെ ഡ്യൂട്ടി തന്നെ നോക്കണം. എന്തായാലും ഈ ഒരു ടാസ്കിൽ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ടാസ്കായി മാറുമെന്നാണ് പ്രതീക്ഷകൾ. കാരണം ഗെയിമിന്റെ ഭാഗമായിട്ട് ആരെയും തേച്ചൊട്ടിക്കാനോ പൊളിച്ചെടുക്കാനോ ഒന്നും അല്ല ഗസ്റ്റുകൾ വരുന്നത്. പൂർണ്ണമായിട്ടും എന്റർടൈൻമെന്റ് എന്നൊരു ഒറ്റ കാര്യം ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നല്ല രസകരമായിട്ട് ഇവർ ഈ ഒരു ടാസ്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. എല്ലാവരും കൂടി നിന്നിട്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.